ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഫരിസേയരുടെ ചോദ്യത്തിന് മറുപടിയായി യേശു സ്വർഗരാജ്യത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വർഗരാജ്യം എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നു, അത് പ്രത്യേകമായ അടയാളങ്ങളോടുകൂടി ആയിരിക്കുകയില്ല. ഇതാ അവിടെ, ഇതാ ഇവിടെ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളില്ല. അത് ഒരു നിമിഷ നേരം കൊണ്ട് സാധ്യമാകുന്ന ദൈവിക പദ്ധതിയാണ്. എന്നാൽ യേശു അതിനേക്കാൾ കൂടുതൽ ഉറപ്പായി നൽകുന്ന വചനഭാഗം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്നതാണ്. സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ കൃപ എന്തെന്നോ, ദൈവരാജ്യം സൃഷ്ടിക്കുവാനുള്ള ബലമാണ്. നാം സ്നേഹത്തിൽ, സമാധാനത്തിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ദൈവഭയത്തിൽ, സഹോദര സ്നേഹത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം, നമ്മുടെ വ്യക്തിബന്ധങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നന്മയും അതാണ്. ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഭൂമിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്രകാരം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടായി. ദൈവരാജ്യം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാതെ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനാകില്ല. ഓർക്കണം, ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നല്ല. ദൈവരാജ്യം നമുക്ക് പടുത്തുയർത്താൻ പറ്റുന്ന ആത്മീയ കൃപാവരമാണ്. അത് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സാധ്യമാകുന്നതുമാണ്. സ്വർഗരാജ്യം ദൈവം വസിക്കുന്ന ഇടമാണ്, നാം എത്തിച്ചേരേണ്ട ഇടമാണ്. അത് നിത്യമായ കൃപയുടെ അനുഭവമാണ്. അവിടെ നമ്മളെല്ലാവരും മാലാഖമാർക്ക് തുല്യരായിരിക്കുമെന്നും ഇനി അവിടെ ദുഃഖമോ വിലാപമോ ഇല്ലാത്ത, സാന്ത്വനവും സമാധാനവും മാത്രമുള്ള, മരണമില്ലാത്ത ശാന്തിയുടെ, കൃപയുടെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഇടമാണത്. ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗരാജ്യം പണിയുന്നവരാകണം. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മെ പഠിപ്പിച്ചത്, അങ്ങയുടെ രാജ്യം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗം ഭൂമിയിലാക്കി തീർക്കുവാനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ ദൗത്യം എന്തെന്നോ, നാം ദൈവരാജ്യത്തിന് യോഗ്യമാം വിധം ഈ പുണ്യഭൂമിയിൽ ജീവിക്കുക എന്നതാണ്. നമുക്ക് ക്ഷമയും സ്നേഹവും ഉണ്ടാകണം. കൃപാപൂർവം പൊറുക്കുവാനും ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഏറ്റവും വിശ്വസ്തയോടെ അവരിനെ നാം ചെയ്യുകയും ചെയ്യണം. ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് നാം ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നാം നിർമ്മിച്ചെടുക്കാത്ത അഥവാ നാം പണിയാത്ത സ്വർഗരാജ്യം നമുക്ക് സ്വന്തമല്ല എന്ന് ഓർക്കുക. ഈ പുണ്യഭൂമിയിൽ നമുക്ക് സ്വർഗം പണിയുവാൻ സാധ്യമാകുമ്പോഴാണ് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇടമുണ്ടാവുക. കൂടുതൽ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷിയായി, അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ഭൂമിയിൽ സ്വർഗരാജ്യം പണിയുവാനുള്ള വലിയ ധർമ്മം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.